കുറെ കാലങ്ങൾക്ക് മുമ്പ് വടക്ക് നിന്ന ഒരു പൊതുവാൾ ചീരട്ടുമൺ ഇല്ലത്ത് വൈദ്യം പഠിപ്പിക്കുന്നതിനായി വന്ന് പാർത്തിരുന്നു. ആൾ സമർത്ഥനായിരുന്നുവെങ്കിലും അഹങ്കാരിയും ഭക്തിവിഹീനനുമാണെന്ന് അന്ന് തന്നെ അയാളുടെ നടപടികളിൽ നിന്നും പലർക്കും അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇല്ലത്തുള്ളവരോ മറ്റാരെങ്കിലുമോ അയാളെ ഒരിക്കലും ഗുണദോഷിച്ചിട്ടില്ല. സ്വതേ മറ്റുള്ളവരുടെ ഗുണദോഷം കേൾക്കുവാൻ അയാൾ സന്നദ്ധനെന്നുള്ള വാസ്തവം നാട്ടുകാർക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അതിനെ അവരാരും ഒരുമ്പിടാതെ ഇരുന്നത്. ഇല്ലത്തുള്ളവർ ആരെയും ഗുണദോഷിക്കുക പതിവുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ചു കാലം കൊണ്ട് അയാൾ വൈദ്യശാസ്ത്രം ഒരുമാതിരി പഠിച്ചു. ചികിത്സാവിഷയകമായ പരിചയം കുറെ വശമാക്കി. ഒടുവിൽ ഗുരുദക്ഷിണയും ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അടുത്ത വിജയദശമി ദിവസം വിദ്യാരംഭത്തിന് മറ്റുള്ളവരോടൊപ്പം അയാളും വന്നു ചേർന്നു. പൂജയെടുപ്പ് കഴിഞ്ഞ ഗ്രന്ഥങ്ങൾ യഥാസ്ഥാനം എടുത്തു വെക്കുന്നതിന് അയാളും വന്ന് സംബന്ധിച്ചിരുന്നു. കുറെ കാലമായി ഗ്രന്ഥങ്ങളുമായി പരിചയപ്പെട്ട ആളായതുകൊണ്ട് പ്രയോജനപ്രദങ്ങളായ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നതുകൊണ്ട് പ്രധാനമായ ഒരു ഗ്രന്ഥം ഗൂഢമായ അയാൾ കൈക്കലാക്കിക്കൊണ്ടാണ് തിരിച്ചുപോയത്. എന്നാൽ പൊതുവാൾ ഒരു ഗ്രന്ഥം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ആരും തന്നെ അപ്പോൾ അറിഞ്ഞില്ല. സ്വദേശത്തെത്തിയ പൊതുവാൾ അത് നോക്കി പല ചികിത്സകളും ചെയ്തു. തന്മൂലം അയാൾക്ക് പേരും പെരുമയും അല്പകാലം തന്നെ ഉണ്ടാകുന്നതിനിവിടെയായി. അങ്ങനെയിരിക്കെ അടുത്ത നവരാത്രി കാലം വന്നു. പൂജവെപ്പിന് ഗ്രന്ഥങ്ങൾ എടുത്തപ്പോഴാണ് ഒരു ഗ്രന്ഥം കുറവുണ്ടെന്ന് ഇല്ലത്തുള്ളവർക്കും തൽക്കാലം പഠിച്ച് താമസിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്കും മനസ്സിലായത്. അന്വേഷണത്തിൽ പൊതുവാൾ തട്ടിക്കൊണ്ടുപോയിരിക്കുമെന്ന് എല്ലാവരും തീരുമാനിച്ചു. പൊതുവാൾ വരികയാണെങ്കിൽ ചോദിക്കാമെന്ന് അന്നത്തെ വലിയ മോസ് അവറുകൾ നിശ്ചയിക്കുകയും ചെയ്തു. വിജയദശമി ദിവസം പതിവ് പോലെ പൊതുവാളെത്തി. വിദ്യാരംഭം കഴിഞ്ഞ ഉടനെ ഗുരു പൊതുവാളിനെ അടുക്കൽ വിളിച്ച് ഒരു ഗ്രന്ഥം എടുത്തുകൊണ്ടുപോയി ഇല്ലേ എന്ന് ചോദിച്ചു. പൊതുവാളിനിത് കേട്ടപ്പോൾ നീരസമാണുണ്ടായത്. അയാൾ എടുത്തിട്ടില്ലെന്ന് തന്നെ ഉറപ്പായി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗുരുനാഥനായ വലിയ മോസ് അവറുകൾക്ക് ദേഷ്യം കലശായി ഉണ്ടായി. എടാ, മോഷണം നന്നല്ല, അതിനോടുകൂടി അസത്യഭാഷണവും. ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നു, അത് നീ ചെയ്തില്ല. ഇപ്പോഴും ചെയ്തത് തെറ്റേറ്റു പറയുവാൻ ഭാവവുമില്ല. ഇതിൻ്റെയൊക്കെ ഫലം നീ അനുഭവിക്കും എന്നായിരുന്നു ആ ശുദ്ധാത്മാവിൻ്റെ പിന്നത്തെ സംസാരം. അഹങ്കാരിയായ പൊതുവാൾ അപ്പോൾ തന്നെ കോപിഷ്ഠനായി ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയി. പോകുന്ന അവസരത്തിൽ ഇതിന് തക്ക ഫലം ഞാൻ അനുഭവിക്കും, ഗുരുവായാൽ എന്ത് ആരായാൽ എന്ത്, അധിക്ഷേപത്തിനും ഒരു അതിര് വേണം എന്നും മറ്റും പലരോടും പറയുകയുണ്ടായി. പൊതുവാളിൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നും തന്നെ ആർക്കും പിടിച്ചില്ല. അവരെല്ലാം അയാളെ കുറ്റപ്പെടുത്തിയതേ ഉള്ളൂ. സ്വദേശത്തെത്തിയ പൊതുവാൾ ഗുരുദ്രോഹത്തിനുള്ള വഴികൾ പലതും ആലോചിച്ചു. അവയൊന്നും ദൂരദേശത്ത് നിന്നുകൊണ്ടും ചെയ്യുവാൻ നിവൃത്തിയില്ലെന്ന് കണ്ടപ്പോൾ അയാൾ മാന്ത്രിക പ്രയോഗം തന്നെ ഉത്തമമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അതനുസരിച്ച് പ്രസിദ്ധനായ ഒരു മാന്ത്രികനെ വരുത്തി അവനെ കൊണ്ടൊരു ചാത്തനെ ചീരട്ടുമണ്ണില്ലത്തേക്ക് അയപ്പിച്ചു. അതിനുശേഷം ആ ഒരു ദുഷ്ടൻ അതിൻ്റെ ഫലമെന്തെന്നറിയുവാൻ ഗൂഢമായ അന്വേഷണം ചെയ്തുകൊണ്ടുപോയി. കഷ്ടം, ശിഷ്യന്റെ ഗുരുഭക്തി ഇത്തരത്തിലായി പോയത് പാപത്തിന്റെ ശക്തി കൊണ്ടെന്നല്ലാതെ എന്നാണ് പറയുക. ചീരട്ടുമണ്ണില്ലത്തെത്തിയ ചാത്തന് അവിടെ ഒരു ദ്രോഹപ്രവൃത്തിയും ചെയ്യുവാൻ സാധിച്ചില്ല. ചാത്തന്മാർ ദുർദൈവങ്ങളാണല്ലോ. അവർക്ക് ഭദ്രകാളി, ഗണപതി, ഹനുമാനി മൂർത്തി വിശേഷങ്ങളെ ബഹുഭയമാണ്. ഇവരല്ല ആരുടെയെങ്കിലും അധിവാസമുള്ള സ്ഥലത്ത് പ്രവേശിക്കുവാൻ പോലും ചാത്തന് സാധിക്കുകയില്ല. ചീരട്ടുമണ്ണില്ലക്കാർക്ക് പൂവാങ്കുളങ്ങര ഭദ്രകാളിയുടെ അനുഗ്രഹമുണ്ടായിരുന്നു. അതാണ് ചാത്തനെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കാതെ വന്നത്. സാധ്യമല്ലാതെ കാര്യത്തിന് നിയോഗിച്ചാൽ തിരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ചാത്തന് വിശേഷവിധിയായിട്ടുണ്ട്. തന്മൂലം പ്രസ്തുത ചാത്തൻ പൊതുവാളിനെ തന്നെ ഉപദ്രവിക്കുവാൻ മട്ടം കൂട്ടി. ഇതെന്ത് കഥയെന്നറിയാതെ അയാൾ പരിഭ്രാന്തനായി ജ്യോതിഷികനെ തന്നെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചു. അപ്പോഴാണ് കാര്യം അയാൾക്ക് മനസ്സിലായത്. ഇനി എന്താണ് വേണ്ടത് എന്നായി അയാളുടെ ആലോചന. മന്ത്രവാദിയെ വീണ്ടും വന്ന് കാര്യമറിയിച്ചപ്പോൾ ഈ ചാത്തനെ കൊണ്ട് തന്നെ ആ ഭദ്രകാളിയുടെ ശക്തി ക്ഷയിപ്പിക്കണം, അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെ ചെയ്യാതെ ഇരുന്നാൽ അങ്ങയ്ക്ക് തന്നെയാണ് ദോഷം. ചാത്തൻ ചീരട്ടുമണ്ണില്ലത്ത് ചെയ്യുവാനുള്ളതെല്ലാം അങ്ങയുടെ ഭവനത്തിൽ ചെയ്യും എന്നാണ് മന്ത്രവാദി പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഭീതി ഒന്നുകൂടി വർദ്ധിച്ചു. ഏതായാലും ആ മന്ത്രവാദിയെ കൊണ്ട് തന്നെ ചില പ്രയോഗങ്ങൾ ചെയ്യിപ്പിച്ച് ചാത്തനെ പൂവാങ്കുളങ്ങര ദേവിയുടെ നേർക്കയച്ചു. ചാത്തൻ ഗൂഢമായി ചിതലിന്റെ രൂപത്തിൽ ചെന്ന് ദേവീ വിഗ്രഹം പുറ്റുകൊണ്ട് മൂടുകയും അശുദ്ധ പദാർത്ഥങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ വിതറുകയും ചെയ്തു. പതിവിൻപടി ക്ഷേത്രത്തിലെ ശാന്തിക്കാരായ ഇളയത് ഒരു ദിവസം നട തുറന്നപ്പോൾ പറ്റുന്ന ദേവീ വിഗ്രഹം മൂടിയിരിക്കുന്നതായി കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം അപ്പോൾ തന്നെ ആ വിവരം നാട്ടുകാരെ അറിയിക്കുകയുണ്ടായി. അല്പസമയത്തിനുള്ളിൽ ചീരട്ടുമണ്ണില്ലത്തും ചാത്തൻ ചില കരിമനകൾ കാണിക്കുന്നുവെന്ന് നാട്ടുകാർക്ക് അറിയുവാനിടയായി. ഇതിനുള്ള ഹേതു എന്തെന്നറിയണമെന്നായി എല്ലാവരുടെയും ആഗ്രഹം. ചീരട്ടുമണ്ണില്ലക്കാരുടെ ആലോചന അതുതന്നെയായിരുന്നു. അതനുസരിച്ച് കൊടുങ്ങല്ലൂരിൽ പോയി പ്രശ്നം വെപ്പിച്ചപ്പോൾ കർമ്മത്തിന്റെ ഹാനി നിമിത്തം ദേവിക്ക് ആഭിചാരദോഷം പ്രതിഷ്ഠാബിംബാവഴി തട്ടിയിട്ടുണ്ടെന്നും
തന്മൂലം അശുദ്ധി ബാധിച്ചിരിക്കുന്നുവെന്നും തത്പരിഹാരാർത്ഥം നാട്ടുകാർ ദേവീഭജനവും വിശേഷിച്ച് ശുദ്ധികലശം മുതലായവയും കഴിക്കേണ്ടതാണെന്നും അതുകൊണ്ടും ദോഷശമനവും ശക്തിവർദ്ധനവും ഉണ്ടാകുമെന്നും അറിയുവാനിടയായി. ഉടൻ തന്നെ നാട്ടുകാർ സ്ഥലത്തെത്തി ഭജനവും ശുദ്ധികലശവും നടത്തി. അതോടുകൂടി വിഗ്രഹത്തെ ബാധിച്ചിരുന്ന പുറ്റ് അല്പാൽപമായി കുറയുകയും ചെയ്തു. എങ്കിലും പരിപൂർണമായി കുറയുന്നതിനൊരു മണ്ഡലകാലം വേണ്ടി വന്നു. ഇതിനിടയ്ക്ക് ചീരട്ട് മണ്ണില്ലത്ത് ചാത്തൻ പല ഉപദ്രവങ്ങളും ചെയ്യുകയുണ്ടായി. ആഹാരം പോലും വേണ്ട വിധത്തിൽ കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ അവർ വളരെ ബുദ്ധിമുട്ടി. ഒടുവിൽ പൂവാങ്കുളങ്കര ദേവിയെ തന്നെ അവർ ശരണം പ്രാപിച്ചു. എങ്കിലും ശക്തിഹീനയായതുകൊണ്ട് ദേവിക്ക് ആദ്യം ഒരു പ്രതിവിധിയും ചെയ്യുവാൻ സാധിക്കാതെയാണ് വന്നത്. മണ്ഡലം കഴിഞ്ഞതോടുകൂടി ദേവിക്ക് സ്വതമേയുള്ള ശക്തി സിദ്ധിച്ചു. ദേവി കോപിഷ്ഠയായി. ചാത്തൻ ഭയവിഹുലനായി പാഞ്ഞു. ദേവി അവനെ വിട്ടയക്കുമോ? അങ്ങനെയിരിക്കെ ദേവിയുടെ വെളിച്ചപ്പാടായ ചെറുകര നീലകണ്ഠാശാർ കലിയിറങ്ങി തുള്ളി. കുലേകാലമായി തുള്ളാതിരുന്ന വെളിച്ചപ്പാട് തുള്ളിത്തുടങ്ങിയപ്പോൾ ആകപ്പാടെ എല്ലാവർക്കും ഭയമായി. അയാൾ പൂവാങ്കുളത്തിൽ ചാടി മുങ്ങി ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് വാളും ചിലമ്പും ശൂലവും എടുത്ത് പുറത്തു വന്ന് എന്നെ ഉപദ്രവിച്ചവനെ ഇതാ ഈ പനയിൽ തറച്ചിരിക്കുന്നു എന്ന് ഗർജിച്ചുകൊണ്ട് കയ്യിലിരുന്ന ശൂലം ടൈൽ വടക്കുമായി ഇന്നും നിൽക്കുന്ന പനയിലേക്ക് ചാണ്ടി വിട്ടു. അത് പനയിൽ കൊണ്ട് കയറി വിറയ്ക്കുന്നത് കണ്ട ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. ഉടൻ തന്നെ അയാൾ വാളുമായി ചീരട്ട് മണ്ണില്ലത്ത് ചെന്ന് അകത്ത് കയറി മേൽക്കൂരയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ചില ചെമ്പ് തകിടുകളും ഓല കഷ്ണങ്ങളും വാൾ കൊണ്ട് ചികഞ്ഞ് താഴെയിട്ട് ഇനി ഭയം വേണ്ട എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് ക്ഷേത്രനടയിൽ നിന്നവരോട് ഈ പ്രവൃത്തി ചെയ്ത ദുഷ്ടൻ ഇന്നേക്ക് 12-ാം ദിവസം പടിഞ്ഞാറേ കായലിൽ ഒഴുകി വരും, സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞു. കലിയടങ്ങി ഇറങ്ങുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ ക്ഷീണം തീർന്നേറ്റ വൃദ്ധനായ നീലകണ്ഠശാർക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ അനന്തരവൻ അയാളുടെ വടിയെടുത്തുകൊണ്ട് വന്ന് കൊടുക്കേണ്ടത് ആയതാണ് വന്നത്. ഈ വർത്തമാനങ്ങൾ ഒന്നും അറിയാതെ തന്നാൽ അയക്കപ്പെട്ട ചാത്തന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയുവാനായി പുറപ്പെട്ട പൊതുവാൾ വഴിക്ക് വെച്ച് മസൂരി ബാധിച്ച് ഒരിടത്തും കിടക്കുവാൻ സ്ഥലം കിട്ടാതെ കൊടുങ്ങല്ലൂർ കായൽ വക്കിൽ ചെന്ന് ഒരു രാത്രി കഴിച്ചുകൂട്ടുകയും ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ പ്രഭാതത്തിൽ കായലിൽ ചാടുകയും ചെയ്തു. പൊതുവാളിന്റെ ഈ ചാട്ടം ആരും കണ്ടില്ല. കണ്ടാലും മസൂരി ബാധിച്ചിരിക്കുന്ന ഒരാളെ ആരാണ് കരയ്ക്ക് കയറ്റുവാൻ ഒരുങ്ങുന്നത്? 2 ദിവസം കഴിഞ്ഞപ്പോൾ ചത്തുചീഞ്ഞ ശവം കൊച്ചിക്കടുത്ത് വന്നു പൊങ്ങി. അതവിടെ നിന്ന് ഓളം തള്ളി തണ്ണീർ മുക്കത്തിൽ കുറേ തെക്കും വരെയായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നത്തെ സ്ഥിതി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ചീരട്ട് മണ്ണില്ലത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ട ആ ഗ്രന്ഥം അപ്പോഴും അയാളുടെ മടയിൽ സൂക്ഷിച്ചിട്ടിരുന്നു പോലും. അശുദ്ധമായ ആ ഗ്രന്ഥം പിന്നീട് ആരും എടുക്കുകയുണ്ടായിട്ടില്ല. അത് വേമ്പനാട്ട് കായലിൽ കിടന്ന് അഴുകി മണ്ണായി പോയിരിക്കാം.